പ്രവാസികളിൽ ഇത്തരം പ്രശ്നങ്ങൾ വളരെയധികം കൂടി വരികയാണ്. അവിടെ ഫോളോ ചെയ്യുന്ന ലൈഫ് സ്റ്റൈലാണ് പ്രധാന പ്രശ്നം. ഫസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സ്പോഷർ ടു ഹീറ്റ്. അവിടെ അവർ ഡ്രൈവറായിട്ടോ കൺസ്ട്രക്ഷൻ ഫീൽഡിലോ ഷെഫായിട്ടോ ഹോട്ടലുകളിലൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ചൂട് കൂടുതലാണ്, ടെസ്റ്റിസിൻ്റെ ഭാഗത്തേക്കുള്ള ചൂടിൻ്റെ എക്സ്പോഷറും കൂടുതലാണ്. പ്രോപ്പറായിട്ട് സ്പെർമാറ്റോജെൻസിസിന് ഒരു കൂൾ അറ്റ്മോസ്ഫിയർ ആണ് വേണ്ടത്. രണ്ടാമത്തെ കാര്യം, അവിടെ അവർ ഫോളോ ചെയ്യുന്ന ഭക്ഷണ രീതി. പല പ്രവാസികളും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവരാണ്. അവരുടെ ഭക്ഷണത്തിൽ പ്രോസസ്ഡ് മീറ്റ് കൂടുതലായിരിക്കും, സോഫ്റ്റ് ഡ്രിങ്ക്സും ജങ്ക് ഫുഡ്സും കൂടുതലായിരിക്കും, മധുരം കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിരിക്കും. കാരണം കൃത്യസമയത്തിന് ഭക്ഷണം കഴിക്കുന്നില്ല, അപ്പോൾ അവർക്ക് ഷുഗർ ക്രേവിങ്സ് ഒക്കെ കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യം, കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ്. നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഡ്രൈവർ പോലെയുള്ള ജോലികൾ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് രാത്രി എണീറ്റ് പോകേണ്ടി വരും. മറ്റ് ജോലികളിലാണെങ്കിലും സ്ലീപ്പ് പ്രോപ്പർ അല്ലാത്ത ഒരവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. നാലാമത്തെ കാര്യം, ഹൈഡ്രേഷൻ. പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് പലരും അവഗണിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് വ്യായാമവും, സ്മോക്കിംഗ്, ആൽക്കഹോൾ പോലെയുള്ള ശീലങ്ങളും, അതേപോലെ തന്നെ റെഗുലറായിട്ട് സെക്ഷുവൽ ആക്ടിവിറ്റി ഇല്ലാത്തതും. ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ ക്ലബ് ചെയ്ത് വരുമ്പോൾ ഇവർക്ക് സെമൻ്റെ അല്ലെങ്കിൽ സ്പേം ക്വാളിറ്റി വളരെ കുറവായിട്ട് കാണാറുണ്ട്.